മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ 13 ഷട്ടറുകൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഉയർത്തുമെന്ന് തമിഴ്നാട്. 10 സെന്റിമീറ്റർ വീതമാകും ഷട്ടർ ഉയർത്തുക. സെക്കൻഡിൽ 250 ഘനയടി വെള്ളം പുറത്തേക്കൊഴുക്കും. ഇന്നലെ രാത്രിയാണ് ജലനിരപ്പ് 136 അടി പിന്നിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നു. ജെറിൻ, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്താൻ ഇനി മിനിറ്റുകൾ മാത്രമാണ്. കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥർ അണക്കെട്ടിലെത്തിയോ? എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന പുതിയ വിശദാംശങ്ങൾ? ഷിബിൻ, ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ജലനിരപ്പ് ഇന്ന് ഈ മാസം സംഭരിക്കാവുന്ന പരമാവധി സംഭരണശേഷിയായ 136 റൂൾ കെയർ പ്രകാരം സംഭരിക്കാവുന്ന തുറക്കണ്ട എന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം തമിഴ്നാടോട് അഭ്യർത്ഥിച്ചിരുന്നു. ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ തമിഴ്നാട് രാത്രി ഷട്ടറുകൾ തുറന്നില്ല. ഇന്ന് പുലർച്ചെ തുറക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും തുറക്കുമെന്നാണ് ഇപ്പോൾ തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. 13 ഷട്ടറുകൾ ഉയർത്തി 250 ഘനഅടി വെള്ളം സെക്കൻഡിൽ 250 ഘനഅടി വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുക്കും. അത് പെരിയാർ തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം തീർത്തും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. കാരണം ഇപ്പോഴുള്ള ജലനിരപ്പിനെക്കാളും ഒരു ചെറിയ രീതിയിൽ മാത്രം ഒരു ജലനിരപ്പിൽ ഒരു വെള്ളത്തിൽ ഒരു തട്ടൽ മാത്രമേ ഇത് ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ പെരിയാർ തീരദേശവാസികൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നിലവിൽ 136.2 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ്. ഈ 136 ആകുന്നവരെ ജലനിരപ്പ് പുറത്തേക്ക് ഒഴുക്കാനാകും തമിഴ്നാട് ശ്രമിക്കുക. ഇപ്പോൾ തമിഴ്നാട് കൊണ്ടുപോകും സെക്കൻഡിലേക്ക് 3800 ഘനഅടി വെള്ളം ഒഴുകിയെത്തുമ്പോൾ തമിഴ്നാട് സെക്കൻഡിൽ 2717 ഘനഅടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചത് 1500 ഘനഅടി വെള്ളം പുറത്തേക്ക് ഒഴുകുമെന്നാണ്. എന്നാൽ അതുപോലും ഇല്ലാതെ സെക്കൻഡിൽ വെറും 250 ഘനഅടി വെള്ളം മാത്രമാണ് തമിഴ്നാട് 10 സെന്റിമീറ്റർ വീതം ഷട്ടറുകൾ ഉയർത്തി പുറത്തേക്ക് ഒഴുക്കുന്നത്. ജെറിൻ, ഇന്നിപ്പോൾ മഴ ശക്തമാണോ? അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ നീരൊഴുക്കും എത്രമാത്രമുണ്ട്? നിലവിൽ ഇന്ന് രാവിലെ മുതൽ അണക്കെട്ടിന്റെ വെസ്റ്റ് പ്രദേശത്ത് കാര്യമായ മഴയില്ല. കാരണം അണക്കെട്ടിലെ നീരൊഴുക്ക് നോക്കുകയാണെങ്കിൽ സെക്കൻഡിൽ 3800 ഘനഅടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. അതേസമയം തമിഴ്നാട് സെക്കൻഡിൽ 2117 ഘനഅടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. നേരിയ തോതിൽ മാത്രമാണ് ജലനിരപ്പ് ഉയർന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി 10 മണിക്ക് ജലനിരപ്പ് 136 അടിയിലെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ജലനിരപ്പ് 136.2 അടി മാത്രമാണ് അണക്കെട്ടിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ അണക്കെട്ട് വൃഷ്ടി പ്രദേശത്ത് കാര്യമായ മഴയില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ചെറിയ തോതിലുള്ള അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരു സംസ്ഥാനങ്ങളിൽ ഉദ്യോഗസ്ഥർ അണക്കെട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 മണിക്ക് തന്നെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ വ്യക്തമാകുന്നു ജെറിൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ 13 ഷട്ടറുകൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഉയർത്തുമെന്നാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. 10 സെന്റിമീറ്റർ വീതമാകും ഓരോ ഷട്ടറും ഉയർത്തുക. സെക്കൻഡിൽ 250 ഘനഅടി വെള്ളം പുറത്തേക്ക് ഒഴുക്കും. ഇന്നലെ രാത്രിയിലാണ് അണക്കെട്ടിൽ ജലനിരപ്പ് 136 അടി പിന്നിട്ടത്. വെള്ളം പുറത്തേക്ക് വിട്ടാലും പെരിയാർ തീരദേശവാസികൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. നേരിയ തോതിൽ മാത്രമാകും പെരിയാറിൽ ജലനിരപ്പ് ഉയരുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് 12 മണിക്ക് തന്നെ അണക്കെട്ട് തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള തമിഴ്നാട് അധികൃതർ.